RSSൽ സജീവമാകാൻ മുൻ DGP ജേക്കബ് തോമസിന്റെ തീരുമാനം. വിജയദശമി പഥസഞ്ചലനത്തിൽ ഗണവേഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സന്നദ്ധ പ്രവർത്തനത്തിന് പറ്റിയിടം RSS ആണ് എന്ന് ജേക്കബ് തോമസ് പറയുകയുണ്ടായി. എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിൻ, കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം BJPയുമായും RSSുമായൊക്കെ ആയിട്ട് കൃത്യമായ ബന്ധം തുടരുന്നതാണ്. പല വിഷയങ്ങളും RSSന്റെ നിലപാടുകൾ ചേർത്ത് വെച്ച് അദ്ദേഹം സംസാരിക്കാറുമുണ്ട്. ഇപ്പോൾ പൂർണ്ണ സമയ ഒരു സംഘപ്രവർത്തകനായി അദ്ദേഹം മാറുകയാണ്. ദിവേഷ്, തീർച്ചയായും ജേക്കബ് തോമസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. നേരത്തെ സംഘപരിവാറിന്റെ ഭാഗമായിരുന്നു ജേക്കബ് തോമസ്. ഇരിങ്ങാലക്കുടയിൽ 2021 BJP സ്ഥാനാർത്ഥിയായൊക്കെ വന്നിരുന്നു. പിന്നീട് RSS പരിപാടിയിൽ അധ്യക്ഷനായും ഒക്കെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിജയദശമി പരിപാടിയിൽ RSSന്റെ പങ്കെടുക്കാൻ പോവുകയാണ്. റൂട്ട് മാർച്ചിൽ പൂർണ്ണ ഗണവേഷധാരിയായി, അതായത് RSSന്റെ യൂണിഫോം അടക്കം ഇട്ടുകൊണ്ട് പഥസഞ്ചലനത്തിൽ പങ്കെടുക്കുമെന്നാണ് ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നത്. ഈ 1-ാം തീയതി പള്ളിക്കരയിൽ, എറണാകുളത്ത് പള്ളിക്കരയിലാണ് പരിപാടി. വിവിധ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ പിറന്നാൾ സമയമായി കണക്കാക്കുന്ന ഒരു സമയം കൂടിയാണ് വിജയദശമി. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടിയാണ്. പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണ സമയ പ്രവർത്തനം എന്ന നിലയിലേക്ക് RSSൽ സജീവമാവും. സേവനത്തിന് പറ്റിയ ഇടം RSS ആണെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ സംഘപരിവാറിന്റെ ഭാഗമാവുകയും BJPയുടെ ചുമതല വഹിക്കുകയും ചെയ്യുന്നുണ്ട്. സെൻകുമാറും ഈ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടും സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജേക്കബ് തോമസ് റിട്ടയർ ആയ ശേഷമാണ് സംഘപരിവാർ പ്രസ്ഥാനവുമായി കൂടുതലായി അടുത്ത് വരുന്നത്. ഇതിൽ പോലീസിന്റെ കാക്കിയൊക്കെ അഴിച്ചു വെച്ചപ്പോൾ അദ്ദേഹം RSSന്റെ വെള്ള ഷർട്ടും കാക്കി പാൻറ്റും അണിയുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് പഥസഞ്ചലനത്തിൽ പങ്കെടുക്കും, RSSന്റെ കാക്കിയിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നത്. ശരി. മുൻ DGP ജേക്കബ് തോമസ് പൂർണ്ണ സമയ RSS പ്രവർത്തകനായി മാറാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ഈ വിജയദശമി ദിനത്തിലുള്ള പഥസഞ്ചലനത്തിൽ ഗണവേഷത്തിൽ തന്നെ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി പിന്നീട് പ്രതികരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.